ഹലോ, നമുക്ക് ആരവല്ലിക്കാവിലേക്ക് പോയാലോ? അപ്പം സാധാരണ നമുക്കറിയാം കാവുകൾ എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാ കാവുകളിലും വൃക്ഷങ്ങളും ചെടികളും എല്ലാം തിങ്ങി നിറഞ്ഞ ഒരു ചെറിയ വനം പോലെ തന്നെയാണ് എല്ലാ കാവുകളും. സാധാരണ കാവുകളിലൊക്കെ നമ്മൾ സ്ത്രീ ദേവതകളെയാണ് ആരാധിക്കുന്നത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ കാവ് നമ്മുടെ കീഴില്ലത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളിലേക്കാണ് കയറി സ്ഥിതി ചെയ്യുന്നത്. കീഴില്ലം അടുത്ത് തന്നെ താമസിക്കുന്ന ഞാൻ പോലും ഇത്രയും വർഷമായിട്ട് ഈ കാവിനെ പറ്റി കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഞാൻ ഈ കാവിൽ പോകുന്നത്. ഇത്രയും നാളായിട്ട് നമ്മൾ ഈ കാവിനെ പറ്റി യാതൊന്നും കേട്ടിട്ടില്ല, അറിയില്ല. ഒത്തിരി ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല, നമ്മുടെ ഈ പരിസരത്തുള്ള ആളുകൾക്ക് തന്നെ അറിയില്ല ഇങ്ങനൊരു കാവ് ഈ കാടിനുള്ളിലുണ്ട് എന്നൊരു കാര്യം. അപ്പം ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വലിയ മഹാക്ഷേത്രം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു വലിയ പ്രളയം വന്നപ്പോൾ അത് മുഴുവൻ നശിച്ചു പോയി. പിന്നീട് ഈ ഏരിയയിൽ പ്രശ്നം വെച്ചപ്പോഴാണ് ഇങ്ങനൊരു കാവുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ മനസ്സിലായിട്ട് പിന്നീട് ഇവിടെ പ്രതിഷ്ഠയൊക്കെ ആരംഭിച്ചത്. അപ്പം ഈ ആരവല്ലി കാവ് എന്ന് പറഞ്ഞ പേര് ഇത് ശരിക്കും ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ പേര്. 6 അലറിക്കാവെന്നായിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഒരു 600 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ഒരു കാലഘട്ടത്തിലൊക്കെ രണ്ട് തോടുകൾ അതിന് നടുക്കായിട്ടായിരുന്നു ഈ പ്രതിഷ്ഠ. അപ്പം ശരിക്കും മഴ പെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങും താഴേക്ക്. അപ്പോൾ ഭയങ്കര ഒരു ശബ്ദമാണെന്നാണ് പറയണത്, അതായത് 6 അലറണ ശബ്ദം. അപ്പോൾ പിന്നീട് ഇപ്പോൾ വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ആരവല്ലിക്കാവ് എന്നുള്ള പേരിൽ അറിയപ്പെടുകയാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ നാഗരാജാവ്, നാഗയക്ഷിയും ബ്രഹ്മരാക്ഷസും ഒക്കെ ഇവിടെ പ്രതിഷ്ഠയുണ്ട്. അതേപോലെ തന്നെ ദുർഗയും ഭദ്രകാളിയും ഒരു ശ്രീകോവിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചേക്കണേ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ നമുക്ക് ഈ കാവിൽ കാണാൻ പറ്റുന്ന ഭയങ്കര പ്രകൃതിരമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു വനമായിരുന്നു. ഇപ്പോൾ ഇവിടെ ആളുകൾ വീടൊക്കെ വെച്ച് താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കുഞ്ഞു വീടുകളൊക്കെ നമുക്ക് കാണാം. എന്നാലും ഈ കാവിരിക്കുന്നതിൻ്റെ താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു കാട് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഏറ്റവും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു ഉറവ വരുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നല്ലോ. അപ്പം അന്ന് കിണർ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നേദ്യത്തിനൊക്കെ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് അതിൽ നിന്നായിരുന്നു. ഇപ്പം അതെല്ലാം പോയിട്ട് ഇപ്പോഴും നമുക്ക് ആ കല്ലിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരണ കാണാൻ പറ്റും. അതായത് വർഷം മുഴുവൻ വെള്ളമുണ്ട്, ഏത് വേനൽക്കാലത്തും വെള്ളം അതിൽ നിന്ന് പോകേണ്ട ഒരു ചെറിയ ഉറവ നമുക്കത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പം ഈ കാവ് ശരിക്കും ആരവല്ലി ഭഗവതി കാവ് ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇത് വരുന്നത്. നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ചെറിയ ഉറവ കീഴില്ലം വരെ, ഇത് ഇവിടെ നിന്ന് ഉത്ഭവിച്ച് കീഴില്ലം വരെ ഈ തോട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വിചിത്രമായിട്ടുള്ള 2 ചെടികൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ആരാഞ്ഞിലി, അതായത് ഒരു ടൈപ്പ് ആല. അതായത് നമ്മുടെ മഹർഷിമാരൊക്കെ തപസ്സൊക്കെ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ആലിപ്പം നമുക്ക് കേരളത്തിൽ ഇത് കാണാനില്ല. അങ്ങനെ ഇവിടെ ഇത് കാണാൻ പറ്റും. ഭയങ്കര വലിയ സൈസാണ്, നമുക്ക് കണ്ടാലാണത് മനസ്സിലാവുള്ളൂ. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഈ കാവിൽ വരുമ്പോൾ. അതേപോലെ നാഗവള്ളി എന്ന് പറഞ്ഞൊരു ചെടി നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഒരു സർപ്പത്തിൻ്റെ രൂപമാണ് ഈ ചെടിക്ക്. നമ്മുടെ വീട്ടിലെവിടെയെങ്കിലും ഇതിൻ്റെ ഒരു കഷ്ണമൊക്കെ വെച്ച പാമ്പ് വരില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യുക, നല്ലൊരു അനുഭവമായിരിക്കും ഇത്. തൊട്ടടുത്തടുത്ത് ഞാൻ വരെ ഈ റീസെൻ്റ് ആയിട്ടാണ് അറിഞ്ഞത്, അതുകൊണ്ടായിട്ട് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.